നമുക്കിപ്പോൾ കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പാരൻസ്, നമ്മുടെ കുട്ടികളെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരുടെയും ഓറിയന്റേഷൻ എന്താണ്? എൻ്റെ മോളെ ഡോക്ടർ ആക്കണം, എൻ്റെ മോളെ എഞ്ചിനീയർ ആക്കണം. കുട്ടികൾക്ക് ടെൻഷൻ, സ്ട്രെസ്ഫുൾ എൻവയൺമെന്റ്, ടീച്ചർമാർക്ക് ടെൻഷൻ, കുട്ടി ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പേടിയാണ്, വാലുവേഷൻ അസസ്മെന്റിന്റെ പേടിയാണ്, പാരൻസിന് ടെൻഷൻ, ഒന്നും ശരിയാകുന്നില്ല, അയ്യോ എൻ്റെ കൊച്ച്. എത്രയോ കുട്ടികൾ രാജസ്ഥാനിൽ കോച്ചിങ്ങിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ അതെന്തേ നോക്കാത്തത്? വലിയ അധ്വാനമൊന്നും കൂടാതെ പഠിച്ചെടുക്കുന്ന നിങ്ങളുടെ ബേസിക് ഡിഗ്രി കൊണ്ട്, ആർട്സ് ഡിഗ്രി, കൊമേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ സയൻസ് ഡിഗ്രി കൊണ്ട് കിട്ടാവുന്ന നല്ല സൂപ്പറായിട്ട് ഉയർന്നു പോകാവുന്ന കരിയർ മേഖലകളുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് അവരെ പ്രഷർ എൻവയൺമെന്റിൽ വിടരുത്. പ്രിയമുള്ളവരെ, മാനേജ്മെന്റ് മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇതിനകം മാനേജ്മെന്റ് യൂട്യൂബ് ചാനലിൽ കരിയർ ഡെവലപ്മെന്റ് ഉതകുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. നമ്മൾ ആദ്യ സീരീസ് ഓഗസ്റ്റിൽ തുടങ്ങിയ ഇന്റർവ്യൂ എസെൻഷ്യൽസ് എന്ന ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചുള്ള സീരീസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് 10,000 റിക്രൂട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ച് ഓറിയന്റേഷൻ ക്ലാസ് കൊടുത്തിട്ട് എന്തുകൊണ്ട് IT-യും MBBS ഡോക്ടറും അല്ലാത്ത നല്ല രീതിയിൽ ശമ്പളം തരുന്ന, ഉയർന്ന ജീവിത നിലവാരവും പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപൂർണമായ ജോലിയും കുടുംബവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള സെക്ടറുകളെക്കുറിച്ച്, കരിയർ സെക്ടറുകളെക്കുറിച്ച് നിനക്കൊരു ടോക്ക് സീരീസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ആശയം വന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, പലതരത്തിലുള്ള സ്കില്ലുകളുള്ള, കരിയറിലുള്ള, ക്വാളിഫിക്കേഷൻസുള്ള ആൾക്കാരുമായിട്ട് 35 കൊല്ലത്തെ ജീവിതാനുഭവങ്ങളുടെ, ജോലി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആൾട്ടർനേറ്റീവ് കരിയേഴ്സ് എന്ന പേരിൽ ഒരു ടോക്ക് സീരീസ് ഇറക്കിയാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ഞാൻ അതിന് പറയുന്ന പേരാണ് പണം കായ്ക്കുന്ന തൊഴിൽ മരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓരോ സെക്ടറിലും പോയി നമ്മൾ കുലുക്കി നോക്കിയാൽ മതി, പണം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ലക്ഷങ്ങൾ തരുന്ന ജോലി മേഖലകൾ, ലക്ഷങ്ങൾ ശമ്പളം തരുന്ന ജോലി മേഖലകൾ. എന്താണ് അതിൻ്റെ കാരണം നമുക്കിപ്പോൾ കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പാരൻസ്, നമ്മുടെ കുട്ടികളെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരുടെയും ഓറിയന്റേഷൻ എന്താണ്? എൻ്റെ മോളെ ഡോക്ടർ ആക്കണം, എൻ്റെ മോളെ എഞ്ചിനീയർ ആക്കണം. കുഴപ്പമില്ല, നമ്മുടെ കുട്ടിക്ക് അതിന് താല്പര്യം, അതിനുള്ള കരിയർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 1-2 ചെറിയ കഥകൾ പറയാം. എൻ്റെ പെങ്ങള് പഠിച്ചിരുന്നപ്പോൾ അവൾക്ക് ഡോക്ടറാകണമെന്നായിരുന്നു താല്പര്യം. ഡോക്ടറാകാൻ വേണ്ടി അവൾ ടെസ്റ്റ് എഴുതി എൻട്രൻസിൽ പാസ്സാകാത്തതുകൊണ്ട് ജോലിയിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ അവൾക്ക് മക്കളുണ്ടായപ്പോൾ മൂത്ത മകനെ ഡോക്ടറാക്കണമെന്ന് ഒറ്റ വാശിയിൽ അവനെ നിർബന്ധിച്ച് ടെസ്റ്റ് എഴുതിച്ച് പരീക്ഷ പാസ്സാക്കി MBBS എടുപ്പിച്ചു. അവൻ കണക്കിന് നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു. പക്ഷേ അവൻ്റെ കണക്കിൻ്റെ സ്കില്ലുകളെല്ലാം മറന്ന് ഇവളുടെ സ്വപ്നം അവൻ്റെ മേലേക്ക് ഇമ്പോസ് ചെയ്തപ്പോൾ അവൻ്റെ കരിയർ ഇൻട്രസ്റ്റ് ബലി കഴിക്കപ്പെട്ട അവൻ ഡോക്ടറായി. നമ്മുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് അവരെ പ്രഷർ എൻവയൺമെന്റിൽ വിടരുത്. നമ്മൾ അവർക്ക് വേണ്ടി ജോലി നോക്കുകയാണെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ജോലി, അവരുടെ കരിയർ ഇൻട്രസ്റ്റ് ഉള്ള ജോലി, അവർക്ക് പാഷനേറ്റ് ആയിട്ട് ഇന്നല്ല നാളെയല്ല 10 വർഷത്തിന് ശേഷം ഉയർന്ന രീതിയിൽ പാഷനേറ്റ് എനർജിയോട് ചെയ്യാൻ പറ്റിയ ജോലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഡോക്ടറാണ്, അദ്ദേഹവും ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ബീനു, ഞാൻ എൻ്റെ മക്കളെ ആരെയും ഡോക്ടറാക്കാൻ വിടുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ വേറെ ജനറൽ സയൻസ് ഫീൽഡിലേക്കാണ് വിടുന്നത്. കാരണം അച്ഛൻ്റെ ജോലിയിലുള്ള ടെൻഷനുകൾ അത് വീട്ടിലേക്ക് വരുന്ന അവൻ്റെ ജോലിയിലുള്ള ടെൻഷൻ അവർ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾക്കൊരു ക്രേസാണ് MBBS എഞ്ചിനീയറിംഗ് റാറ്റ് റേസാണ്. ഞാൻ സിറ്റികളിൽ വലിയ മഹാനഗരങ്ങളിൽ ജോലി ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച എന്താണ്? 4ാം ക്ലാസ് മുതൽ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങുവാണ്. ടെക്നോ സ്കില്ലുകൾ, ഈ ടെക്നോ സ്കൂൾ, ആ കോച്ചിങ് ഏജൻസി 4ാം ക്ലാസ് മുതൽ IIT പഠിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന രാവിലെയും വൈകുന്നേരവും ക്ലാസ്സുകൾ. കുട്ടികൾക്ക് ടെൻഷൻ, സ്ട്രെസ്ഫുൾ എൻവയൺമെന്റ്, ടീച്ചർമാർക്ക് ടെൻഷൻ, കുട്ടി ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പേടിയാണ്, വാലുവേഷൻ അസസ്മെന്റിന്റെ പേടിയാണ്, പാരൻസിന് ടെൻഷൻ, ഒന്നും ശരിയാകുന്നില്ല, അയ്യോ എൻ്റെ കുട്ടി ഇപ്പോൾ ഡോക്ടർ ആവില്ല. എന്തിന് നമ്മളിങ്ങനെ പ്രഷർഫുൾ ആയിട്ട് എൻവയൺമെന്റ് നടക്കുന്നു? കാരണം ഒരു ഡോക്ടർ, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ഫാർമസി മേഖലയിലുള്ളവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്ടർ പഠിച്ച് എക്സ്പീരിയൻസ് ആയി 2-3 ലക്ഷം രൂപ ശമ്പളം കിട്ടണമെങ്കിൽ എത്ര വർഷം കഴിയണം? MDക്ക് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട്, സീറ്റ്സ് കുറവാണ്. 1-1.5 കോടി രൂപ കൊടുത്താലേ പ്രൈവറ്റ് സെക്ടർ കിട്ടുള്ളൂ. ബോണ്ട് ഉണ്ട്, അങ്ങനത്തെ പല പരിപാടികളുണ്ട്. എന്നിട്ട് നല്ല സ്പെഷ്യലൈസേഷൻ കിട്ടണം, എന്നിട്ട് അതിൽ എക്സ്പേർട്ട് ആവണം. എന്നാലേ ഒരു 500 രൂപ 600 രൂപ ഒരു കൺസൾട്ടേഷൻ മേടിക്കത്തക്ക രീതിയിൽ 10, 20, 25 കൊല്ലം കഴിയുമ്പോൾ സീനിയർ പ്രൊഫസർ ആയിട്ട് സീനിയർ ഡോക്ടറായിട്ട് വരുള്ളൂ. ഒരു IIT-യിൽ പഠിക്കുന്നതിൻ്റെ അകത്ത് അഡ്മിഷൻ കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ട്, എത്ര കോമ്പറ്റീറ്റീവ് ആണ്. എത്രയോ കുട്ടികൾ രാജസ്ഥാനിൽ കോച്ചിങ്ങിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ അതെന്തേ നോക്കാത്തത്? അപ്പോൾ അങ്ങനെയുള്ള പ്രഷറായിട്ടുള്ള NIT-യിലും IIT-യിലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല സ്പെഷ്യലൈസേഷൻ കിട്ടിയില്ല, IT പോലത്തെ സ്പെഷ്യലൈസേഷൻ കിട്ടിയില്ല, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ പോലത്തെ സ്പെഷ്യലൈസേഷൻ കിട്ടിയില്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടില്ല, നല്ല കമ്പനികൾ റിക്രൂട്ട് ചെയ്യില്ല. MBA എടുത്താലും ഗുണമില്ല അതിനുശേഷം.
അങ്ങനെ വരുമ്പോൾ അതുപോലെ ചെറിയ ബി ലെവൽ സി ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പ്ലേസ്മെൻറ്റ് സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമാണ്, വളരെ കൺഫ്യൂസിംഗ് ആണ്. നല്ല കമ്പനികൾ വരില്ല, നല്ല ശമ്പളം കിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങളുള്ളപ്പോൾ ഞാൻ പറയുന്നു, ലക്ഷങ്ങൾ കായ്ക്കുന്ന, പണം കായ്ക്കുന്ന തൊഴിൽ മരങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ അത് കാണുക, അതിലേക്ക് പോവുക, നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് വിടുക. വളരെ സമാധാനപരമായിട്ട് നല്ല ശാന്തതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ, വലിയ അധ്വാനമൊന്നും കൂടാതെ പഠിച്ചെടുക്കുന്ന നിങ്ങളുടെ ബേസിക് ഡിഗ്രി കൊണ്ട്, ആർട്സ് ഡിഗ്രി, കൊമേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ സയൻസ് ഡിഗ്രി കൊണ്ട് കിട്ടാവുന്ന നല്ല സൂപ്പറായിട്ട് ഉയർന്നു പോകാവുന്ന കരിയർ മേഖലകളുണ്ട്. അങ്ങനത്തെ 35 മേഖലകളെക്കുറിച്ചും ഇന്ത്യയിലെ ലാർജ് ലെവൽ എംപ്ലോയ്മെൻറ്റ് നൽകുന്ന, വളരെ വലിയ ലക്ഷക്കണക്കിനധികം തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കളുള്ള റെയിൽവേ, UPSC, സിവിൽ സർവീസ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ് ഓഫീസേഴ്സ്, ബാങ്കിങ്, ഡിഫൻസ് സർവീസ് എന്നിങ്ങനെയുള്ളതും പ്രൈവറ്റ് സെക്ടറിലേക്ക് കയറാൻ പറ്റിയതുമായിട്ടുള്ള നല്ല നല്ല ജോലി മേഖലകൾ, വളരെ ലളിതവും സുന്ദരവും സാധാരണവുമായ കോഴ്സുകൾ പഠിച്ച് നിങ്ങൾക്ക് എങ്ങനെ കയറാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ പണം കായ്ക്കുന്ന തൊഴിൽ മരങ്ങൾ എന്ന ഈ ടോക്ക് സീരീസിൽ കൊണ്ടുവരുന്നത്. നിങ്ങളിത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ഈ മെസ്സേജ് എല്ലായിടത്തും പരത്തുക. നമുക്ക് നമ്മുടെ കുട്ടികളെ പീസ്ഫുള്ളായിട്ട്, സമാധാനപരമായിട്ട്, പഠനഭാരമില്ലാതെ, ടെൻഷനില്ലാതെ, നമ്മുടെ കുടുംബങ്ങളിൽ അച്ഛനമ്മമാർക്ക് ടെൻഷനില്ലാതെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ IT മാത്രമല്ല നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള ഫീൽഡ്. ഞാനിപ്പോൾ ഇന്ത്യയിലെ 15 ടോപ്പ് പേയിങ് ജോബുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ IT അല്ല മെയിൻലി ഉള്ളത്. CEO, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ മുതൽ കോർപ്പറേറ്റ് ലോയർ വരെയുള്ള തൊഴിലുകൾക്ക് IT-യുടെ ഒപ്പമോ IT-യെക്കാളുമോ ശമ്പളമുണ്ട്, ഒരു ഡോക്ടറെക്കാളും സമാധാനമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ പണം കായ്ക്കുന്ന തൊഴിൽ മരങ്ങൾ, ലക്ഷങ്ങൾ കുലുക്കി വീഴിക്കാൻ പറ്റുന്ന തൊഴിൽ മേഖലകൾ, MBBS-ഓ എഞ്ചിനീയറിംഗ് ഇല്ലാതെ ലക്ഷങ്ങൾ കിട്ടുന്ന ജോലി എന്നുള്ള ടൈറ്റിലുകളിൽ വരുന്ന എൻ്റെ വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ശാന്തവും സുന്ദരവും സന്തോഷകരവുമായിട്ടുള്ള ജോലി കെട്ടിപ്പടുക്കാൻ നമ്മുടെ കുട്ടികളെ സഹായിക്കാം. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.